ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് കൊമേഴ്സ്യൽ ബാങ്ക്സ് അഥവാ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നോക്കാം, എന്താണ് കൊമേഴ്സ്യൽ ബാങ്ക് അല്ലെങ്കിൽ വാണിജ്യ ബാങ്കുകൾ. സമ്പദ് വ്യവസ്ഥയുടെ സാമ്പത്തിക ബാങ്കിംഗ് സംവിധാനത്തിൽ വാണിജ്യ ബാങ്കുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് എക്കോണമിയിലുള്ള സാമ്പത്തിക ബാങ്കിങ്ങിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ വാണിജ്യ ബാങ്കുകൾക്ക് എന്തുണ്ട്, വളരെയധികം പ്രാധാന്യമുണ്ട്. അവ ചെയ്യുന്ന കാര്യം എന്താ, നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്, കൂടാതെ വായ്പകൾ നൽകുന്നു. അതായത് എല്ലാവരുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ എന്ത് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. അതാണ് ഡെപ്പോസിറ്റ് എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യമുള്ളവർക്കെല്ലാം ലെൻഡിങ് പബ്ലിക് ബിസ് എന്നാണ് കേട്ടോ. അതായത് പബ്ലിക്കിന് ആവശ്യമുള്ള വായ്പകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാങ്കാണ് ഇത് വാണിജ്യ ബാങ്ക് അഥവാ കൊമേഴ്സ്യൽ ബാങ്കുകൾ എന്ന് പറയുന്നത്. അതായത് ആവശ്യമുള്ളവർക്ക് എന്തും നൽകുന്നു, വായ്പകൾ നൽകുന്നു, നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. ഇനി ഇതിനെ കൂടാതെ നമ്മുടെ കൊമേഴ്സ്യൽ ബാങ്ക്സിന് അഥവാ വാണിജ്യ ബാങ്കുകൾക്ക് മറ്റു പല ഫംഗ്ഷൻസ് കൂടിയുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ, നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതായത് നിക്ഷേപങ്ങൾ എന്ത് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. അത് ഏതൊക്കെ തരത്തിലുള്ള നിക്ഷേപങ്ങളാണ്? പ്രധാനമായും സമ്പാദ്യ നിക്ഷേപങ്ങളും കറന്റ് നിക്ഷേപങ്ങൾ, ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സ്ഥിര നിക്ഷേപം, ഇങ്ങനെ 3 നിക്ഷേപങ്ങളാണ് ഇവ സ്വീകരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ നിക്ഷേപങ്ങളാണ്? കറന്റ് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ഉണ്ട്, അതുപോലെ സേവിങ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്. അതായത് സമ്പാദ്യ നിക്ഷേപങ്ങൾ എന്ന് പറയാം, കറന്റ് നിക്ഷേപങ്ങൾ എന്ന് പറയാം, സ്ഥിര നിക്ഷേപങ്ങൾ. ഇങ്ങനെ 3 തരത്തിലുള്ള നിക്ഷേപങ്ങളാണ് ഇവ സ്വീകരിക്കുന്നത്. ഇനി രണ്ടാമത്തെ മെയിൻ പ്രോസസ്സാണ് വായ്പ നൽകുക. എന്താ ചെയ്യുന്നത്? ആവശ്യക്കാർക്ക് വായ്പ നൽകുന്നു. അതായത് ലോണ് വേണ്ടവർക്ക് എന്ത് ചെയ്യുന്നു, ലോൺസ്, എക്സ്റ്റെൻഡിങ് ലോൺസ് ആണ്. ദെൻ വായ്പകൾ സൃഷ്ടിക്കുന്നു. വായ്പ, ക്രിയേഷൻ ഓഫ് ക്രെഡിറ്റ്, എന്ത് ചെയ്യുക, വായ്പ സൃഷ്ടിക്കുക. അതായത് ഒരാൾ നിക്ഷേപിച്ച പണം എടുത്തിട്ട് മറ്റൊരാൾക്ക് എന്ത് നൽകുന്നു, വായ്പ നൽകുന്നു. അതാണ് വായ്പ സൃഷ്ടിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്താ, അതായത് നിക്ഷേപങ്ങൾ അല്ലേ, കുറേ നിക്ഷേപങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞല്ലോ. ഈ നിക്ഷേപങ്ങൾ ഏതൊക്കെ തരത്തിലാണ്? വിദേശ നാണയങ്ങളാണ്. അതായത് വിദേശ നാണയങ്ങളെല്ലാം തന്നെ വാങ്ങുന്നു, വിൽക്കുന്നു. ഇപ്പോൾ വിദേശത്ത് നിന്ന് ഒരാൾ പണം അയക്കുമ്പോൾ ആ വിദേശ കറൻസിയിലാണ് അയക്കുക. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, വാങ്ങുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് ഇവിടെ കറൻസി ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു അല്ലേ. അപ്പോൾ അവിടെ വിദേശ നാണയം വാങ്ങലും വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്ന് പറയാം, ഏജൻസി ആയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാം അല്ലേ. മറ്റു പല വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ ഫണ്ട് നമ്മുടെ ബാങ്കിലേക്ക് അയക്കുന്നു. അപ്പോൾ ബാങ്ക് അവിടെ ഏജന്റായി പ്രവർത്തിക്കുന്നു. ഏജന്റായി പ്രവർത്തിച്ച് എന്താ ചെയ്യുന്നത്, ധനമാറ്റം ചെയ്യുന്നു അല്ലേ, ധനത്തിനെ മാറ്റിയാണ്. അപ്പോൾ ധനത്തിനെ ചിലപ്പോൾ എന്താവാം, ഗോൾഡിൽ നിന്ന് അല്ലേ ക്യാഷിലേക്ക് മാറ്റാം അല്ലേ, അങ്ങനെ ക്യാഷിൽ നിന്ന് ഗോൾഡിലേക്ക് മാറ്റാം. അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നു, ധനമാറ്റം നടത്തുന്നു. അല്ലെങ്കിൽ പ്രോപ്പർട്ടി അല്ലേ, പ്രോപ്പർട്ടി മീൻസ് നമ്മുടെ ആധാര വസ്തുക്കൾ, അതിൻ്റെയൊക്കെ മുകളിൽ എന്ത് ചെയ്യാറുണ്ട്, ക്യാഷ് അനുവദിച്ച് നൽകാറുണ്ട്. അപ്പോൾ അതാണ് ധനമാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഫംഗ്ഷൻസ് ആണ് ആർക്കുള്ളത്, വാണിജ്യ ബാങ്കുകൾക്കുള്ളത്. അപ്പോൾ വാണിജ്യ ബാങ്കുകളുടെ ഫംഗ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു പറഞ്ഞു. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള നിക്ഷേപമാണ്: സമ്പാദ്യ നിക്ഷേപം, കറന്റ് നിക്ഷേപം, സ്ഥിര നിക്ഷേപം. അതിനെ നമുക്ക് എന്ത് പറയാം, ഫിക്സഡ് ഡെപ്പോസിറ്റ്, സേവിങ് ഡെപ്പോസിറ്റ് ആൻഡ് കറന്റ് ഡെപ്പോസിറ്റ്. അങ്ങനെ 3 തരത്തിലുള്ള നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. ദെൻ വായ്പകൾ സൃഷ്ടിക്കുന്നു അല്ലേ, വായ്പകൾ നൽകുന്നു, വേണ്ടവർക്ക് ആവശ്യമായി ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ക്രിയേഷൻ ഓഫ് ക്രെഡിറ്റ് ആണ്. ദെൻ പിന്നെ എന്ത് ചെയ്യുന്നു, ഫണ്ടുകളെല്ലാം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്, അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് നമുക്ക് അയക്കാനായിട്ട് സഹായിക്കുന്നു. കൂടാതെ വിദേശ നാണയം വാങ്ങൽ, വിൽക്കൽ, പർച്ചേസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. ദെൻ ഏജൻസി ധർമ്മം, ഒരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. ദെൻ ധനമാറ്റം, അതായത് നമ്മുടെ കയ്യിലുള്ള സ്വർണ്ണമോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളോ അല്ലേ, അതിനൊക്കെ എന്ത് ചെയ്യുന്നു, ധനത്തിലേക്ക് മാറ്റാനായിട്ട് സഹായിക്കുന്നതും ആരാണ്, വാണിജ്യ ബാങ്കാണ്. അപ്പോൾ ഇത്രയും ഫംഗ്ഷൻസ് ആണ് ഇതിനുള്ളത്, കൊമേഴ്സ്യൽ ബാങ്കുകൾക്കുള്ളത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ആണെങ്കിൽ നമുക്കിതിൽ കവർ ചെയ്യാനുള്ളത് സെൻട്രൽ ബാങ്ക്. എന്താണ് സെൻട്രൽ ബാങ്ക്? ഓരോ രാജ്യത്തിനും എന്തുണ്ട്, ഓരോ കേന്ദ്ര ബാങ്കുണ്ട്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, RBI എന്നതിന് പറയാം. അപ്പോൾ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഏതാ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് അല്ലെങ്കിൽ ഇത് ആരംഭിച്ച വർഷപ്പോഴാണ് 1935, 1935 RBI സെറ്റപ്പ് ചെയ്തത്. അപ്പോൾ RBI ഉണ്ടായ വർഷപ്പോഴാണ് 1935. ഓരോ രാജ്യത്തിനും എവരി നേഷൻ ആസ് എ സെൻട്രൽ ബാങ്ക്, അതായത് ഓരോ രാജ്യത്തിനും സ്വന്തമായിട്ട് എന്തുണ്ടായിരിക്കും, ഒരു കേന്ദ്ര ബാങ്ക് ഉണ്ടായിരിക്കും. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഏതാ ചോദിച്ചാൽ RBI ആണ്. ഇത് ഉണ്ടായ വർഷം 1935. ഇനി RBIയുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് വൺ, നോട്ട് അടിച്ചെടുക്കുക അല്ലെങ്കിൽ നോട്ട് ഇറക്കൽ. നോട്ട് ഇറക്കുക എന്ന് മീൻസ് ഉദ്ദേശിക്കുന്നത് എന്താ, ഇഷ്യൂവൻസ് ഓഫ് നോട്ടാണ്, ഇഷ്യൂ ചെയ്യുക, നോട്ടുകളെല്ലാം ഇഷ്യൂ ചെയ്യുക. അതായത് കറൻസി നോട്ടുകൾ ഉണ്ടല്ലോ, അതെല്ലാം അടിച്ചിറക്കുക. അപ്പോൾ ഇന്ത്യയിൽ 1 രൂപ ഒഴികെയുള്ള മുഴുവൻ കറൻസിയും അടിച്ചിറക്കുന്നത് ആരാണ്, RBI ആണ്. അതായത് 1 രൂപ ഒഴികെയുള്ള മറ്റെല്ലാ കറൻസികളും അടിച്ചിറക്കുന്നത് ആരാണ്, RBI ആണ്. 1 രൂപ നോട്ടും കോയിനുകളും അടിച്ചിറക്കാനുള്ള ഉത്തരവാദിത്തം ആയിരിക്കാം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിനാണ്. അപ്പോൾ ആയിരിക്കാണത്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ്
ഏതടിച്ചിറക്കുന്നത് 1 രൂപ നോട്ടും അല്ലെ, അതുപോലെ മറ്റു കോയിൻസ് 5 രൂപയുടെ 10 രൂപയുടെ 2 രൂപയുടെ ഒക്കെ കോയിൻസ് ഉണ്ടല്ലോ. ആ കോയിൻസ് എല്ലാം അടിച്ചിറക്കുന്നത് ആരാണെന്ന് പറയാം? ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ബാങ്കിൻ്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ. അപ്പോൾ RBIയുടെ ഒന്നാമത്തെ ഫംഗ്ഷനാണ് നോട്ട് ഇഷ്യൂ ചെയ്യുക അല്ലെ, ഇഷ്യൂ ഓഫ് നോട്ടാണ്. അപ്പോൾ എന്താ ഇഷ്യൂ ഓഫ് കറൻസി അല്ലെങ്കിൽ നോട്ടിൽ പറയുന്നത്? 1 രൂപ ഒഴികെയുള്ള മുഴുവൻ കറൻസിയും അച്ചടിക്കുന്നത് ആര്? RBI ആണെന്ന് പറഞ്ഞു. 1 രൂപ നോട്ടും കോയിൻസും അടിച്ചിറക്കാനുള്ള ഉത്തരവാദിത്തം ആയിരിക്കാം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണോ? അല്ല, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിനാണ്. ഇനി രണ്ടാമത്തെ ഫംഗ്ഷനാണ് ബാങ്കേഴ്സ് ബാങ്ക് അഥവാ ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു. എന്താണ് രണ്ടാമത്തെ ഫംഗ്ഷൻ പറയുന്നത്? അതായത് സെൻട്രൽ ബാങ്ക് റെഗുലേറ്റ് ദ കൊമേഴ്സ്യൽ ബാങ്ക്. സെൻട്രൽ ബാങ്കാണ് മറ്റു പല ബാങ്കുകളെയും കൺട്രോൾ ചെയ്യുന്നത്. സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യുന്നു? മറ്റു പല ബാങ്കുകളെയൊക്കെ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നു. അതായത് അത്യാവശ്യ ഘട്ടങ്ങളിൽ വാണിജ്യ ബാങ്കുകളെ, കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് പണത്തിന് ആവശ്യമുള്ള സമയത്ത് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാ? കേന്ദ്ര ബാങ്കാണ്. അതായത് മറ്റു വാണിജ്യ ബാങ്കുകൾക്ക്, മറ്റു കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് വല്ല ഫിനാൻഷ്യൽ ക്രൈസിസോ വല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ പ്രതിസന്ധികളോ ഉണ്ടാവുകയാണെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ അതുകൊണ്ട് പറയാം ഇത് ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് ഫംഗ്ഷനാണ് ഗവൺമെൻറ്റിൻ്റെ ബാങ്കർ. അപ്പോൾ എന്താണ്? ഗവൺമെൻറ്റിൻ്റെ ബാങ്കറാണ്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ ബാങ്കിങ് ബിസിനസ് നടത്തുന്ന ആരാ? സെൻട്രൽ ബാങ്കാണ്. അതായത് ഗവൺമെൻറ്റിന് പണസംബന്ധമായ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിലും കൂടാതെ പണസംബന്ധമായ കാര്യങ്ങളിൽ അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിലും അതൊക്കെ ചെയ്യുന്നത് ആരാ? RBI ആണ്. സോ RBIനെ എന്ത് വിളിക്കാം? ഗവൺമെൻറ്റിൻ്റെ ബാങ്കർ എന്ന് വിളിക്കാം. എന്താ വിളിക്കുക? എ ബാങ്കർ ഓഫ് ഗവൺമെൻറ് എന്ന് വിളിക്കാം. അതായത് ഓൾ ബാങ്കിങ് ബിസിനസ് ഓഫ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ ബാങ്കിങ് ബിസിനസ്സും നടത്തുന്നത് ആരാ? സെൻട്രൽ ബാങ്കാണ്. അതുകൊണ്ടാണ് ബാങ്ക് എന്ത് വിളിക്കുന്നത്? ബാങ്കർ ഓഫ് ഗവൺമെൻറ് എന്ന് വിളിക്കുന്നത്. ദ നെക്സ്റ്റ് ഫംഗ്ഷനാണ് വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ. എന്താണ്? ഒരു രാജ്യത്തിൻ്റെ വിദേശ നാണയം, അതായത് ഓരോ രാജ്യത്തിൽ എന്തുണ്ടായിരിക്കും? മറ്റു വിദേശ രാജ്യങ്ങളുടെ നാണയങ്ങൾ അവിടെ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം സൂക്ഷിക്കുന്നത് എവിടെയാണ്? സെൻട്രൽ ബാങ്കിലാണ്. അപ്പോൾ വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ എന്ന് വിളിക്കാം. അതുകൊണ്ട് പറയാം കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആണ്. അതായത് സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യുന്നു? എല്ലാ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, അതായത് വിദേശ നാണയത്തിൻ്റെ എല്ലാ വസ്തുക്കളും സൂക്ഷിക്കുന്നത് എവിടെയാണ്? കേന്ദ്ര ബാങ്കിലാണ്. സോ കേന്ദ്ര ബാങ്കിനെ എന്ത് വിളിക്കാം? വിദേശ